എങ്ങനെ ഒരു പെർഫെക്റ്റ് സ്റ്റുഡൻ്റായിട്ട് മാറാം അല്ലെങ്കിൽ എങ്ങനെ നല്ലൊരു സ്റ്റുഡൻസ് ലൈഫ് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. നന്നായി പഠിക്കുവാനും നല്ല മാർക്ക് വാങ്ങാനൊക്കെ ആഗ്രഹമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ ഉറപ്പായും അവർക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലേ. കാരണം നല്ലൊരു സ്റ്റുഡൻ്റായി കാണണമെന്ന് നമ്മളിൽ പലരും ആഗ്രഹിക്കുന്നുണ്ടാവും. ടീച്ചേഴ്സിൻ്റെയും പേരൻസിൻ്റെയൊക്കെ ഗുഡ് ലിസ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ആഗ്രഹം ഉണ്ടാവും അല്ലേ. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പെർഫെക്റ്റ് സ്റ്റുഡൻ്റായിട്ട് മാറാൻ കഴിയും. അതിൽ ഒന്നാമത്തെ കാര്യം, ഒരു നല്ല സ്റ്റുഡൻ്റായിട്ട് നിങ്ങൾ കൺവെർട്ട് ചെയ്യുക. നിങ്ങളിപ്പോൾ ചീത്ത സ്റ്റുഡൻ്റ് ആവണം എന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ലൊരു സ്റ്റുഡൻ്റ് ആയിരിക്കുക. എന്ത് തന്നെയാണെങ്കിലും ഇന്ന് തൊട്ട് നല്ലൊരു സ്റ്റുഡൻ്റ് ആയിരിക്കും എന്ന് മനസ്സിലൊരു ശപഥമെടുക്കുക. അങ്ങനൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ നല്ലൊരു സ്റ്റുഡൻ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ നമുക്ക് സ്വയം കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ ഗുഡ് സ്റ്റുഡൻസായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള വിദ്യാർത്ഥികളിലുള്ള ഗുണങ്ങളൊക്കെ ഒന്ന് നോക്കി പഠിക്കുക. അവരെന്തൊക്കെ ചെയ്യുന്നു, അവരെങ്ങനെ പഠിക്കുന്നു, അവരെങ്ങനെ റിവിഷൻ ചെയ്യുന്നു, അവരെത്ര മണിക്ക് സ്കൂളിൽ വരുന്നു, ഒരു നോട്ട്സ് എഴുതുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് അവരിൽ കാണുന്ന നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും പകർത്തുക. രണ്ടാമത്തെ കാര്യം, ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ ടീച്ചേഴ്സ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ലെക്ചർ നോട്ട്സ് തയ്യാറാക്കുക. പലപ്പോഴും നമുക്ക് മടിയുള്ള കാര്യമാണതല്ലേ. ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ അവരെ നോക്കിയിരിക്കുമെങ്കിലും നമ്മുടെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അത് ഒഴിവാക്കാനാണ് ലെക്ചർ നോട്ട്സ് തയ്യാറാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ചെറിയൊരു ബുക്ക് കയ്യിൽ വെക്കുക. ഓരോ ടീച്ചേഴ്സും ക്ലാസ് എടുക്കുമ്പോൾ എന്താണോ എടുത്തുകൊണ്ടിരിക്കുന്നത് അത് ജസ്റ്റ് നോട്ട് ചെയ്ത് പോവുക. അപ്പോൾ നമ്മൾ ആക്റ്റീവായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ലെക്ചർ നോട്ട്സ് തയ്യാറാക്കുമ്പോൾ നമുക്ക് ഉറക്കം വരികയേയില്ല. പലപ്പോഴും ടീച്ചേഴ്സിൻ്റെ ക്ലാസ് നമുക്ക് ബോറായിട്ട് തോന്നില്ലേ. അത് അവരുടെ ക്ലാസ് മോശമായതുകൊണ്ടല്ല, നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അത് ഒഴിവാക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല, ലെക്ചർ നോട്ട്സ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പല ഡൗട്ട്സും വരും. ആ ഡൗട്ട്സ് നമുക്ക് അപ്പം തന്നെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുവാനും കഴിയും. ഇങ്ങനെ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഡൗട്ട്സ് ചോദിക്കുമ്പോൾ നമ്മളെ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. ടീച്ചേഴ്സും കുട്ടികളും എല്ലാം നമ്മളെ ശ്രദ്ധിക്കും. ഇവർ ക്ലാസ്സൊക്കെ ഇത്രയും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്ത വരും. അപ്പോൾ നമുക്കും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണല്ലോ. നമ്മൾ ഒരു സംഭവമായിട്ട് മാറി തുടങ്ങിയല്ലേ. അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ ആക്റ്റീവായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. സോ നമ്മളൊരു ഗുഡ് സ്റ്റുഡൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നൊരു ബോധ്യം നമുക്ക് വന്നു കഴിഞ്ഞാൽ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പഠിക്കാനുള്ള മോട്ടിവേഷൻ കൂടിക്കൊണ്ടിരിക്കും. ഗുഡ് സ്റ്റുഡൻ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നോട്ട് പ്രിപ്പറേഷൻ. അതായത് നോട്ട്സ് തയ്യാറാക്കി എടുക്കുക. പലപ്പോഴും നമ്മൾ പരീക്ഷ എടുക്കുമ്പോഴായിരിക്കും ആരുടെയെങ്കിലുമൊക്കെ നോട്ട്സ് വാങ്ങിച്ചിട്ട് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്നത്, അല്ലെങ്കിൽ അപ്പോൾ നോട്ട്സൊക്കെ തയ്യാറാക്കുന്നത് അല്ലേ. അത് തെറ്റായ ഒരു ശീലമാണ്. ക്ലാസ്സിൽ എന്ത് പഠിപ്പിക്കുന്നോ അത് അന്ന് തന്നെ നോട്ട്സൊക്കെ തയ്യാറാക്കുക. സ്വന്തമായിട്ട് നോട്ട്സ് തയ്യാറാക്കുന്നതാണ് നല്ലത്. മറ്റുള്ളവരുടെ നോട്ട്സ് നമുക്ക് വാങ്ങിക്കാം. അതിൽ നിന്നൊക്കെ റെഫറൻസ് എടുത്ത ശേഷം നമ്മൾ സ്വന്തമായിട്ട് വായിച്ച് പഠിച്ചിട്ട് നോട്ട്സ് തയ്യാറാക്കണം. അങ്ങനെയാണെങ്കിൽ അത് പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. നമുക്ക് ബോറടിക്കത്തുമില്ല. പരീക്ഷയ്ക്ക് ഇൻ കേസ് അത് പഠിക്കാതെ പോയാൽ പോലും കുറച്ച് കാര്യങ്ങളെങ്കിലും നമുക്ക് എഴുതാൻ കഴിയും. കാരണം നമ്മൾ നോട്ട്സ് തയ്യാറാക്കിയായിരുന്നല്ലോ. അപ്പോൾ കുറച്ച് പോയിൻറ്റ്സെങ്കിലും നമുക്ക് ഓർമ്മ വരികയും ചെയ്യും. അടുത്തത് നമുക്ക് വേണ്ടത് റിവിഷൻ ഹാബിറ്റാണ്. ഡെയിലി റിവിഷൻ ചെയ്യാനുള്ള മനസ്സാണ് വേണ്ടത്. ഏറ്റവും മടിയുള്ള കാര്യമായിരിക്കും പഠിച്ച കാര്യം റിവിഷൻ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ മടിയുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നല്ലൊരു സ്റ്റുഡൻ്റ് അല്ല. ഡെയിലി 1 മണിക്കൂറെങ്കിലും റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ഇങ്ങനെ 1 മണിക്കൂർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് കുന്നുകൂടി ഉണ്ടാവില്ല. ദിവസവും കുറച്ച് റിവിഷൻ ചെയ്ത് പോവുകയാണല്ലോ. അപ്പോൾ വളരെ കുറച്ച് ടോപ്പിക്സേ എക്സാം എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യേണ്ടി വരത്തുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്ക് നല്ല ഓർമ്മ വന്നുകൊണ്ടിരിക്കും. പെർഫെക്റ്റ് സ്റ്റുഡൻ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ പേരൻസിനോടും നിങ്ങളുടെ ടീച്ചേഴ്സിനോടൊക്കെ വളരെ അനുസരണ ഉള്ളവരായിട്ട് തീരുക. ചില കുട്ടികളെ കണ്ടിട്ടില്ലേ, എപ്പോഴും അവർ പേരൻസിനെ എതിർത്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്തെങ്കിലും പറയുമ്പോൾ തിരിച്ച് തറുതല പറയുക. അതൊക്കെ നമ്മൾ വിചാരിക്കും നമ്മളുടെ ഒരു മാസ് ആണെന്ന്. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല. അതൊരിക്കലും മാസല്ല. അത് നിങ്ങളുടെ പൊട്ടത്തരമാണ്. നമ്മളെപ്പോഴും ഗുരുനാഥന്മാരോടും പേരൻസിനോടും ഒക്കെ ബഹുമാനമുള്ളവരായിരിക്കണം എന്ന് കരുതി എല്ലാവരോടും അങ്ങനെ ആവണമെന്നില്ല. ചില ആളുകൾ നിങ്ങളെ ഉപദ്രവിക്കുന്നവരാകും. അവരോട് നമ്മൾ ബഹുമാനം കാണിക്കേണ്ട കാര്യമല്ല, അവരുടെ അടുത്ത് പ്രതികരിക്കുക. പക്ഷേ നിങ്ങളെ വഴക്ക് പറഞ്ഞു എന്ന് കരുതിയിട്ടൊന്നും ഒരിക്കലും തിരിച്ച് അവരെ എതിർക്കാനോ അവരെ വിഷമിപ്പിക്കാനോ പോവാനേ പാടില്ല. അടുത്തത് നല്ല ഡ്രസ്സിങ് ആണ്. സ്കൂളിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോഴോ എങ്ങനെയെങ്കിലുമൊക്കെ പോകാതെ നന്നായിട്ട് വസ്ത്രങ്ങൾ അലക്കി തുണി രാവിലെ അയൺ ചെയ്തിട്ട് അങ്ങനത്തെ രീതിയിൽ വേണം പോകാൻ. ഷർട്ടൊക്കെ അത് ധരിക്കേണ്ടതായ രീതിയിൽ ധരിക്കുക. ജീൻസൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒഴിവാക്കുന്നതാണ് നല്ലത്.
അതുപോലെ ഹെയർ ഒക്കെ നല്ല സ്റ്റൈലായിട്ട് ചെയ്യുക. സ്റ്റൈലായിട്ട് ചെയ്യുക എന്ന് പറയുമ്പം ഒരുപാട് ബോയ്സൊക്കെ ആണെങ്കിൽ ഒരുപാട് മുടിയൊക്കെ വളർത്തിയിടുക, അങ്ങനെയൊന്നും ചെയ്യാതെ എന്താണോ സ്കൂളിലും കോളേജിലും പറയുന്ന റൂൾസ് അത് ഫോളോ ചെയ്യുക. കാരണം നമ്മളൊരു പ്രൊഫഷണലി കാര്യങ്ങൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റേതായ സ്റ്റാൻഡേർഡ് നമ്മൾ കീപ്പ് ചെയ്യണം. ഫാഷൻ കാണിക്കാനുള്ള സ്ഥലമല്ല നമ്മുടെ കോളേജോ അല്ലെങ്കിൽ സ്കൂൾ എന്ന് പറയുന്നത്. പഠിക്കേണ്ട സമയത്ത് അതിൻ്റേതായ കാര്യങ്ങൾ ഫോളോ ചെയ്ത് പോകും. നിങ്ങളിപ്പോൾ ഒരു വലിയൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാണും. നിങ്ങൾ അതിനനുസരിച്ച് ഡ്രസ്സിങ്ങും ഹെയർ സ്റ്റൈലും ഒക്കെ കീപ്പ് ചെയ്തേ പറ്റുകയുള്ളൂ. അതുപോലെ തന്നെയാണ് സ്കൂളും കോളേജും എന്ന് പറയുന്നത്. എല്ലാ സ്ഥലത്തും അതിൻ്റേതായ സ്റ്റാൻഡേർഡ് ഉണ്ടാവും. നിങ്ങളത് കീപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും സ്റ്റാൻഡേർഡ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അടുത്തത് വേണ്ടത് അഡിക്ഷൻസ് ഒഴിവാക്കുക. പ്രത്യേകിച്ച് ഫോണിനോടുള്ള അഡിക്ഷൻസ്, ഡ്രഗ്സ് അല്ലെങ്കിൽ മയക്കുമരുന്ന് കാര്യങ്ങൾ, ഇതിനൊന്നും ഒരിക്കലും അഡിക്ഷൻ ഉണ്ടാവാൻ പാടില്ല. ഇതൊന്നും യൂസ് ചെയ്യാനേ പാടില്ല. ഇപ്പോൾ ഫോൺ ഇല്ലയെന്ന് കരുതിയിട്ട് നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പരമാവധി ഫോൺ ഒഴിവാക്കുക. അതേപോലെ പറ്റുമെങ്കിൽ കീപാഡ് ഫോൺ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് പരീക്ഷ കഴിയുന്നവരെയെങ്കിലും ഫോൺ ആരൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടോ അവരെല്ലാം രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. സോ നിങ്ങളെ എപ്പോഴും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു വില്ലനാണ് ഫോണെന്ന് പറയുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥികളിൽ കൂടുതൽ കാണുന്ന പ്രശ്നം ഡ്രഗ്സും കൂടെയാണ്. നിങ്ങളെ പ്രലോഭിപ്പിക്കാൻ ഒരുപാട് പേര് കാണും. താൽക്കാലിക സുഖത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നശിപ്പിച്ച് കളയുന്ന ഒരു പ്രധാന വില്ലനാണ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ളവരാണെങ്കിൽ, നിങ്ങൾ വളരെ കൂർമ്മ ബുദ്ധിയുള്ളവരാണെങ്കിൽ ദയവായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നും ഒഴിവായി നിൽക്കുക. അടുത്തത് വേണ്ടത് വ്യായാമമാണ്. പഠിക്കുന്ന സ്റ്റുഡൻസിന് ഒരിക്കലും വ്യായാമം വേണ്ടെന്നായിരിക്കും നമ്മൾ കരുതുന്നത്. കാരണം നമുക്ക് പ്രായമൊന്നും ആയിട്ടില്ലോ. അങ്ങനെയല്ല, നിങ്ങൾക്ക് ഏത് പ്രായമാണെങ്കിലും വ്യായാമം അത്യാവശ്യമാണ്. അതിൽ തന്നെ യോഗയാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യം. അതേപോലെ മെഡിറ്റേഷൻ ചെയ്യുന്നവർക്കാണെങ്കിൽ നല്ല ഏകാഗ്രതയും അതേപോലെ മെമ്മറി പവറും ആയിരിക്കും. നിർബന്ധമായിട്ടും യോഗയും മെഡിറ്റേഷനും ഡെയിലി ചെയ്യുക. ഇനി യോഗ ചെയ്യാൻ സമയമില്ലെങ്കിൽ ജസ്റ്റ് നടന്നിട്ടെങ്കിലും നിങ്ങൾ വ്യായാമം ചെയ്യുക. അടുത്ത വേണ്ട ക്വാളിറ്റി എന്ന് പറയുന്നത് ഡെവലപ്പ് ഗുഡ് പേഴ്സണാലിറ്റി. നല്ലൊരു വ്യക്തിയായിട്ട് മാറുക. നമുക്കിപ്പോൾ ഒരുപാട് ചീത്ത സ്വഭാവങ്ങൾ ഉണ്ടാവുമല്ലേ. ചിലപ്പോൾ നമ്മൾ ഒരുപാട് ദേഷ്യപ്പെടുന്നവരാവാം, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരാവാം, അങ്ങനെ പല പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അതെല്ലാം റിമൂവ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതെല്ലാം നിങ്ങൾ ഓവർകം ചെയ്തിട്ട് കുറച്ചും കൂടി നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുക. അത് ഡെയിലി നമ്മൾ ഓരോരോ നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക. ആരോടും ദേഷ്യപ്പെടാതിരിക്കുക, നന്നായിട്ട് സംസാരിക്കുക, ചിരിച്ച് സംസാരിക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ തന്നെ നല്ലൊരു പേഴ്സണാലിറ്റി നമുക്ക് ഡെവലപ്പാക്കി കിട്ടുന്നതാണ്. ഇനി അവസാനത്തെ ഒരു പ്രധാന പോയിൻ്റ് എന്ന് പറയുന്നത് സെറ്റ് ഗോൾസ്. നിങ്ങൾക്ക് ലൈഫിൽ എപ്പോഴും ലക്ഷ്യമുണ്ടാവണം. വെറുതെ 10ാം ക്ലാസ് +2 PSC എന്നൊക്കെ പറഞ്ഞ് പോവാതെ എന്താണ് ലൈഫിൽ ആവേണ്ടതെന്ന് ആദ്യമേ സെറ്റ് ചെയ്ത് വെക്കുക. എൻജിനീയർ ആവണോ, ഡോക്ടർ ആവണോ, അല്ലെങ്കിൽ CA പഠിക്കണോ, അങ്ങനെ എന്താണെന്ന് വെച്ചാൽ അത് സെറ്റ് ചെയ്യുക. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് ദിവസവും ഹാർഡ് വർക്ക് ചെയ്യുക. 24 മണിക്കൂറും പഠിക്കണം എന്നൊന്നുമല്ല. പരമാവധി നിങ്ങൾ മാക്സിമം റിലാക്സ് ചെയ്യുക, ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. പക്ഷേ ഒരു ക്വാളിറ്റി ടൈം എന്നുണ്ട്. ആ ടൈമിൽ നിങ്ങൾ പരമാവധി പഠിക്കുക. എത്ര ക്വാണ്ടിറ്റി പഠിച്ചു എന്നുള്ളതല്ല. ഇപ്പം നിങ്ങൾ 24 മണിക്കൂർ പഠിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. 4 മണിക്കൂർ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലും അത് ക്വാളിറ്റി ടൈമാണ്. അത്രയും നിങ്ങൾ പരമാവധി യൂസ് ചെയ്തു എന്നുള്ളതാണ്. സോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു പെർഫെക്റ്റ് സ്റ്റുഡൻറ്റ് ലൈഫ് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്ക് ലൈഫ് ലോങ് അതിൻ്റെ ഒരു ഗുണങ്ങൾ ഉണ്ടാവുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ നീറ്റായിട്ട് ഹാൻഡിൽ ചെയ്യും. എപ്പോഴും നമ്മൾ ഡേ ബൈ ഡേ കൂടുതൽ ഡെവലപ്പ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. നല്ലൊരു പേഴ്സണായിട്ട് നമ്മൾ മാറി തുടങ്ങും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ടാവും. നല്ലൊരു സ്റ്റുഡൻ്റ് ആവാൻ വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ക്വാളിറ്റി നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.